USS എക്സാം നമ്മുടെ തൊട്ട് മുന്നിലുള്ള നമ്മുടെ എല്ലാവരും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഇത് USS എക്സാം എന്നുള്ളത്. അപ്പോൾ USS എക്സാം എന്നല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെറുതെ കുറേ കാര്യങ്ങൾ പഠിക്കുക, ഏതൊക്കെയോ പുസ്തകം പഠിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്താണ് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി, ഇത് മനസ്സിലാക്കി പഠിക്കണം. ഇത് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ USS ആയിക്കോട്ടെ, NMMS ആയിക്കോട്ടെ, NTSC, JEE, നീറ്റ് എന്നിങ്ങനെയുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുറേ പഠിക്കുക അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ബൈ ഹാർട്ട് ആക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ ലെറ്റർ ബൈ ലെറ്റർ എല്ലാം ബൈ ഹാർട്ട് ആക്കുക എന്നുള്ളത് ഇത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ എല്ലാം ഇതുപോലത്തെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ മുന്നേ പഠിച്ചു പോയിട്ടുള്ള ആളുകളൊക്കെ USS ക്രാക്ക് ചെയ്തു. എങ്ങനെ അവർ ചെയ്തത്? അവരെല്ലാവരും അവരുടെ പ്രിപ്പറേഷൻ കറക്റ്റ് എന്ത് ചെയ്തു? സ്ട്രാറ്റജൈസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കാൻ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ ട്രിക്കുകൾ അപ്ലൈ ചെയ്യാം. മാത്തമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകാനും അത് ഉപയോഗിച്ചിട്ട് USS ക്രാക്ക് ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ USS എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട 5 പോയിന്റ്സ്. ഫസ്റ്റ് വൺ സിലബസ് ആണ്. ഓക്കെ, സിലബസ്. എന്താ സിലബസ് എന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് USS എക്സാമിന് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് അല്ലേ? ഫസ്റ്റ് സബ്ജക്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ കുറേ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റുകളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി USS എക്സാമിന് നിങ്ങൾ 7th പഠിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പക്ഷേ എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് ഫുൾ സെൻറ്റൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. സോ നമ്മൾ മനസ്സിലാക്കുക, USS എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ഏതാണ്, പോർഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അത് USS എന്നല്ല ഏത് എക്സാം ആണെങ്കിലും അതിൻ്റെ സിലബസ് അറിയാതെ ഒരാൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ക്വസ്റ്റ്യൻസ് എവിടുന്ന വരിക എന്ന് അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ സിലബസ് എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് സിലബസ്, എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യും. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 5 പോയിന്റ്സിനും സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഓൾ ഓവർ ഐഡിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നൊരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസ് മനസ്സിലാക്കാതെ എന്താണ് എക്സാമിന് ചോദിക്കുക, എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് സമയം നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. കൃത്യമായിട്ട് എന്ത് പഠിക്കണോ അത് മാത്രം പഠിക്കുക. കാരണം നമ്മുടെ കയ്യിൽ കുറഞ്ഞ സമയമേ ഉള്ളൂ. ആ സമയം എന്ത് ചെയ്യുക? എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എക്സാം പാറ്റേൺ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് നമ്മുടെ സ്കൂളിൽ ഒരു എക്സാം എഴുതുന്ന പോലെയാണോ? അല്ല. എന്താ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? ഇതിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ആണ്. ഇനി അതിൽ തന്നെ ഓരോ സബ്ജക്റ്റിനും എത്ര ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ആ ഒരു എക്സാം പാറ്റേൺ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് MCQ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്, അതുപോലെ OMR ഷീറ്റ് അവിടെ ഉണ്ടാകും എന്നുള്ളത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എക്സാം പാറ്റേണിൻ്റെ ഭാഗമാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യും. അപ്പോൾ ഈ പാറ്റേൺ അറിയില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഇപ്പോൾ ഇതുപോലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമും നമ്മുടെ സ്കൂളിൽ വരുന്ന എക്സാം, സ്കൂളിൽ വരുന്ന സാധാരണ എഴുതുന്ന എക്സാം ഉണ്ടല്ലോ, അത് രണ്ട് പരിപാടിയാണ്. അവിടെ പഠിക്കുന്നത് പോലെയല്ല ഇതിന് പഠിക്കേണ്ടത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? നിങ്ങൾക്ക് ഓൾറെഡി ഉത്തരം അവിടെ തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. സ്കൂൾ എക്സാമിന് അങ്ങനെയാണോ? അല്ല. സ്കൂൾ എക്സാമിന് നിങ്ങൾ എഴുതി പിടിപ്പിക്കണം. പക്ഷേ ഇവിടെ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പണി. പക്ഷേ അവിടെ എന്താ? അവിടെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എടുത്തിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ, എന്ന് വെച്ചാൽ വെറുതെ ഗസ് ചെയ്യുക, കറക്കി കുത്തുക എന്നുള്ളതല്ല, പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൂടുതൽ പ്രോബബിലിറ്റിയോടെ, കൂടുതൽ ചാൻസോട് കൂടി ഗസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അറിയാത്ത ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്താനുള്ള വഴികൾ ഇവിടെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഓക്കെ, ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും, ഇതെന്താ സംഭവം, ക്വസ്റ്റ്യനിലോട്ട് പോവേ. പക്ഷേ അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല വീഡിയോസിലായിട്ട് പറയും. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഓപ്ഷനിലോട്ടാണ് പോവുക. പക്ഷേ തിരിച്ചും പോകാൻ പറ്റും. ഓപ്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യനിലോട്ട് പോയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ ട്രിക്കുകൾ എന്തിനുണ്ട്? നമ്മൾ ഇതുപോലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി, ആ പാറ്റേൺ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുറേ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസ് പെട്ടെന്ന് ആൻസർ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം നമ്മൾ എക്സാം പാറ്റേൺ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈമാണ്.
ടൈം. ഓക്കെ, അപ്പോൾ ടൈമിൽ തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ടൈം മാനേജ്മെൻറ്റ് വരും, എക്സാമിൻ്റെ ടൈം വരും, ഒരു ക്വസ്റ്റിന് എത്ര ടൈം കൊടുക്കണം എന്ന് വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അറിയണം എത്ര ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിന് എത്ര സമയം ഉണ്ടാകും എന്നുള്ളത് ആദ്യം അറിയണം. ഓക്കെ, കാരണം സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും USS എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരേ സമയം കിട്ടുക. ആ സമയത്തിൻ്റെ അകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ആരാണ് കറക്റ്റാക്കുക, ഇതല്ലേ അവിടെ നോക്കുന്നുള്ളൂ. ഒരാൾക്ക് 2 ദിവസം സമയം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യൻ കറക്റ്റാക്കാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടുത്തെ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ആ എക്സാം ഹാളിൽ തന്നിട്ടുള്ള ആ പെർട്ടിക്കുലർ ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ വേണം. ഏത് സബ്ജക്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യണം, ഏത് സബ്ജക്റ്റാണ് ഞാൻ അവസാനം ചെയ്യേണ്ടത്, ഏത് സബ്ജക്റ്റിനാണ് എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, അപ്പോൾ എവിടെയാണ് കൂടുതൽ ടൈം വേസ്റ്റ് ആവുക, എവിടെയാണ് കൂടുതൽ ടൈം സേവ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ അറിഞ്ഞെങ്കിലേ നമുക്ക് പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ചെയ്യാൻ കിട്ടില്ല, അല്ലെങ്കിൽ നല്ല കൂടുതൽ സമയം ആലോചിക്കണം എന്നുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ പോയി ചെയ്യരുത്. കാരണം അപ്പുറത്തൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, മിസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എസ്പെഷ്യലി മാത്തമാറ്റിക്സിലൊക്കെ ആണെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് വളരെ ടഫായുള്ളൊരു പോർഷൻ ഉണ്ടെങ്കിൽ ആ പോർഷനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈസി ആയുള്ള പോർഷൻസ് എന്ത് ചെയ്യണം, ആദ്യമേ എഴുതണം. അതെല്ലാം ക്ലിയർ ആക്കി അറിയുന്ന പോർഷൻസ് നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതി കറക്റ്റാക്കിയതിന് ശേഷം അവസാനം സമയം ഉണ്ടെങ്കിൽ അറിയാത്ത പോർഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ആൻസർ അറിഞ്ഞിട്ട് പോലും കാര്യമില്ല, നിങ്ങളത് ആൻസർ ചെയ്യാൻ ടൈം കിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദെൻ 4th വൺ, PYQ. എന്താ PYQ എന്ന് പറഞ്ഞാൽ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ഒരു സംഭവം കിട്ടും. എന്ന് വെച്ചാൽ സിലബസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് സിലബസിൽ എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ എക്സാം പാറ്റേൺ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ പാറ്റേൺ എന്താണോ അതേ പാറ്റേൺ തന്നെയാണ് ഈ വർഷം വരിക. പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ടൈം മാനേജ് ചെയ്യാൻ. നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് പോലെ, മോഡൽ എക്സാം പോലെ എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എവിടെയാണ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുന്നത്, എവിടെയാണ് ടൈം കിട്ടാതെ പോകുന്നത്, എത്ര ടൈം ഒരു ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഏതൊരു എക്സാം ആണെങ്കിലും, നിങ്ങൾ ഇനി സിവിൽ സർവീസ് IAS ആവാനുള്ള സിവിൽ സർവീസ് എക്സാം എഴുതുകയാണെങ്കിൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാതെ ഒരു സ്റ്റുഡൻറ്റ് പോലും പോകാൻ പാടില്ല. നിങ്ങൾ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് USS എക്സാം എന്താണ് എന്നുള്ളതും ഏത് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് അടുത്ത എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ 4 വർഷം 5 വർഷം അതേ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി മാത്സിലൊക്കെ നിങ്ങളെല്ലാം ഇരുന്ന് പഠിച്ചിട്ട് അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് ആ കാര്യങ്ങളിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത എൻ്റെ ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ആണ്. ഓക്കെ, നമ്മുടെ 5th പോയിന്റ് പ്രാക്ടീസ്. എന്താ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡൽ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്ററിൽ നിന്നും ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ മാത്രം ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പുറത്തുള്ളൊരു 10 ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സിലബസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രാക്ടീസ് ചെയ്യാൻ. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ്? പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത്തെ പ്രിഫറൻസ് ആണ് ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും കിട്ടുന്ന സാമ്പിൾ പേപ്പർ ആയിക്കോട്ടെ, ബാക്കി എന്ത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ് മറ്റതിനൊക്കെ പ്രയോറിറ്റി ഉള്ളത്. കാരണം നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു 100-200 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു, പക്ഷേ ഒറിജിനലി എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല അത്. അതിനേക്കാൾ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കാര്യമുണ്ടോ? ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഹാപ്പിനെസ് കിട്ടും. പക്ഷേ ഒറിജിനൽ എക്സാം USS എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തെങ്കിലല്ലേ നമുക്ക് USS എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ മൈൻഡിൽ വേണ്ടത്, ചിലപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, ടഫായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, അത് പിന്നെ ഈസി ആയിട്ട് മാറും. അല്ലാതെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇതൊക്കെ എനിക്കറിയാം എന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് USS എക്സാമിന് ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു 5 പോയിന്റ്സ് ഇതിപ്പോൾ ഞാൻ മാത്സിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കി സബ്ജക്റ്റിൻ്റെ കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ. ഇനി ഇതിലുള്ള ഓരോ പോയിൻറ്സും സിലബസ് എന്തൊക്കെയാണ്, എക്സാം പാറ്റേൺ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഇതിലുള്ള ഓരോ പോയിൻറ്സും നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും എന്തെങ്കിലും ടോപ്പിക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മൾ ആ ടോപ്പിക്കിലുള്ള വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു വീഡിയോസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളുടെയും ഒക്കെ എല്ലാ കാര്യങ്ങളുടെയും ഇൻഫർമേഷൻ വരിക വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാവരും ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ഓൾ ദി വെരി ബെസ്റ്റ്.